ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിൽ മാത്രമല്ല BJPയിലും വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഗ്രൂപ്പിനെ അപ്പാടെ തഴഞ്ഞുകൊണ്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് എന്നുള്ളത് വലിയൊരു പൊട്ടിത്തെറിയിലോട്ട് പോയിട്ടുണ്ട്. വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം ചില മുതിർന്ന നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ട്. അതായത് ആ അതൃപ്തിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കുമ്മനം രാജശേഖരന്, PS ശ്രീധരൻപിള്ള, MT രമേശ്, ഗോപാലകൃഷ്ണന്, JR പത്മകുമാർ, നാഗേഷ്, ജിജി ജോസഫ്, ഈ നേതാക്കൾക്കൊക്കെ വലിയ കടുത്ത രീതിയിലുള്ള എതിർപ്പുമുണ്ട്, അസ്വസ്ഥതയുണ്ട്. അതായത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ അങ്ങ് കയ്യിൽ ഒതുക്കി കളഞ്ഞു എന്നുള്ള ഒരു വലിയൊരു വിഷയം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിലെ പിണക്കങ്ങളും പൊട്ടിത്തെറികളുമാണെങ്കിൽ അതിലും വലിയ പ്രശ്നം NDAയിൽ അല്ലെങ്കിൽ BJPയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ ബാധിക്കും തെരഞ്ഞെടുപ്പിൽ? ഇത് ശരിക്കും BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് ഭരണം പിടിക്കുക എന്നുള്ളതല്ല. പകരം ഒരു മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് രണ്ട് മുന്നണികളെ അറിയിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ കോൺഗ്രസ് നയിക്കുന്ന UDFനെയും CPM നയിക്കുന്ന LDFനെയും അറിയിക്കുക എന്നുള്ളതാണ് ഇവരിപ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയല്ല, ഇപ്പോൾ പുതിയ ചില സഖ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിൽ BDJS ആയിരുന്നു നേരത്തെ ഒപ്പം ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2020 ഇപ്പം അവർക്കൊപ്പം NDA എന്ന് പറയുന്ന NDAയുടെ സഖ്യകക്ഷിയായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ നിന്നുകൊണ്ട് പരമാവധി സീറ്റ് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം അതിനാണ് ഇപ്പം 2020 നമ്മൾ ആലോചിച്ച് നോക്കൂ. 2020 എന്ന് പറയുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഈ സാബുവൻ ജേക്കബിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ സാബുവൻ ജേക്കബ് എന്തോ സീരിയൽ പിടിക്കാൻ പോവുക, അതിന് കുറേ ആർട്ടിസ്റ്റുകളെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ബിഗ് ബോസ് പാർട്ടി എന്ന് പറയാം. അല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തൃക്കാക്കരയിൽ മത്സരിക്കുന്ന ഇയാളാണ് നമ്മുടെ പേര് അഖിൽ മാരാർ. അത് കഴിഞ്ഞ് ബാക്കി തൃപ്പൂണിത്തുറ ലക്ഷ്മി നായരോ അങ്ങാണ്ട് പറയുന്ന സിനിമാ താരങ്ങളെ കൊണ്ട് ഇറക്കിയിട്ട്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഇതിൽ 2020യോട് ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു ഗതികേട് വരുന്നുണ്ട്. കാരണം ഇതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJP കൃത്യമായി സീറ്റ് പിടിക്കേണ്ട പല മണ്ഡലങ്ങളും ഇപ്പം തൃപ്പൂണിത്തുറ മണ്ഡലം BJPക്ക് A ക്ലാസ് മണ്ഡലം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രാധാന്യമുള്ള മണ്ഡലമാണ്. തൃപ്പൂണിത്തുറ നഗരസഭ അവരുടെ കയ്യിലിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു ചാത്തന്നൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പല മണ്ഡലങ്ങളും A ക്ലാസ് മണ്ഡലങ്ങളിൽ നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കി നിർത്തിക്കൊണ്ട് ഒരു ബലപരീക്ഷണമാണ് ശരിക്കും നടത്തേണ്ടിയിരുന്നത്. എന്നാൽ അതേസമയം ഈ കെ സുരേന്ദ്രൻ ഇങ്ങോട്ട് വന്നിട്ട് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെയുള്ള കുറച്ച് നേതാക്കൾ, ഇപ്പോൾ പത്മജ വേണുഗോപാൽ എന്നതിനപ്പുറത്തേക്ക് ഒരു ഡൊമിനൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തിമത്തായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള സ്ഥാനാർത്ഥി പട്ടികയൊന്നും കണ്ടില്ല. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ, അവിടെ MT രമേശിന് വേണമെന്ന് പറയേണ്ടത്. ഇപ്പോൾ MD വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, ഞാൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ MD രമേശിനെ പോലെ ഒരാൾ തൃശ്ശൂർ ചോദിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ ഇവിടെ കൊടുത്തത് എന്താ? ഇവിടെ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി പത്മജ വേണുഗോപാലിനെ കൊടുത്തത്? അവിടെ പത്മജ വേണുഗോപാലിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ. അവിടെ തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലം, അവിടെ ഇദ്ദേഹത്തിൻ്റെ മുരളി മന്ദിരം അവിടെ സ്ഥിതി ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവിടെ തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ? അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് മുരളീധരൻ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലം അത്. അവിടെ പത്മജ വേണുഗോപാൽ വന്നിട്ട് അവിടെ എന്ത് മലമറിക്കാനാ? അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. MD രമേശ് വന്നാലും അവിടെ ചെറിയൊരു മാറ്റം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ് മാത്രമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇവിടെ ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട വാദം എന്താ? ഇപ്പം ഇവിടെ ചെങ്ങന്നൂർ പോലെ ഒരു മണ്ഡലം, ചെങ്ങന്നൂർ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന അവർ ആവശ്യപ്പെടുന്ന ഇതൊക്കെയാണ്. സന്ദീപ് വചസ്പതിയെ അവിടെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട, അതായത് സജി ചെറിയാനാണ് ചെങ്ങന്നൂരിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ എനിക്കൊന്ന് ബാബു പ്രസാദാണ് ചെങ്ങന്നൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അത് DCC അധ്യക്ഷനാണ് ആലപ്പുഴ. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് ആലപ്പുഴയ്ക്ക് അത്ര പ്രാധാന്യമുള്ളിടത്തേക്ക് വേണമെങ്കിൽ സന്ദീപ് വചസ്പതി അവിടേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കാമായിരുന്നു. അപ്പോൾ അതിന് പകരം സന്ദീപ് വചസ്പതിയെ തട്ടിയിരിക്കുന്ന ഹരിപ്പാട് മണ്ഡലത്തിലേക്കാണ്. ഹരിപ്പാട് മണ്ഡലം അവിടെ വേരുറച്ച ഒന്നാണെന്ന് പറയേണ്ടി വരും. അതായത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അവിടെ ചെന്നിത്തലയ്ക്ക് അവിടെ വലിയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം തന്നെയാണ് ഹരിപ്പാട് മണ്ഡലം. അവിടെ ചെന്നിത്തലയെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ CPIയോ അല്ലെങ്കിൽ CPI ആണ് അവിടെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ സന്ദീപ് വചസ്പതിയെ കൂടെ കൊണ്ടിട്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടും? എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന്. നമ്മളെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ മൊത്തത്തിൽ ഒറ്റപ്പാലം നമ്മൾ മേജർ രവിക്ക് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് നമ്മൾ മിസ്സായി കാണുന്ന ഒരുപാട് നേതാക്കന്മാർ സത്യത്തിലുണ്ട്.
ഇപ്പൊ കുമ്മനം രാജശേഖരൻ ഇതിനു മുമ്പ് രണ്ടാം സ്ഥാനത്തേക്ക് നിയമമണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നൊരു നേതാവാണ്. ഇതിനു മുമ്പ് വട്ടിയൂർക്കാവിൽ രണ്ടാം സ്ഥാനത്തേക്ക്, വട്ടിയൂർക്കാവിനെ ഒരു A ക്ലാസ് മണ്ഡലമാക്കി മാറ്റുന്നത് എനിക്ക് തോന്നുന്നു കുമ്മനം രാജശേഖരൻ വന്നതോടുകൂടിയാണ്. അങ്ങനെ പലയിടങ്ങളിലും ഈ രീതിയിൽ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ നിന്നുകൊണ്ട് ഈ പലയിടങ്ങളിലും A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പല മണ്ഡലങ്ങളെയും കൊണ്ട് എത്തിച്ച ഒരു എന്താ പറയുക, ഒരു സവിശേഷമായ സാഹചര്യമുണ്ട്. ഇതിനെയൊക്കെ ഒട്ടും എന്താ പറയുക, ഇതിലൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഈ സ്ഥാനാർത്ഥികളെ എല്ലാം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കുമ്മനം രാജശേഖരൻ എവിടെ, PS ശ്രീധരൻപിള്ള എവിടെ? അദ്ദേഹം ഗോവ ഗവർണറായിരുന്നിട്ട് വന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എവിടെ? നമ്മൾ ഈ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കൃഷ്ണദാസിനെ മാത്രം അവിടെ കൊണ്ട് നിർത്തി എന്നുള്ള മാത്രമേ കാട്ടാക്കട. അത് കുറച്ചുകൂടെ ഈ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കൃഷ്ണദാസിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് അവിടെ ഈ കാട്ടാക്കട മണ്ഡലത്തിൽ വീണ്ടും അയാളെ തന്നെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അല്ലാതെ ഒരു ബൂം ഉണ്ടാക്കാൻ കഴിയുന്ന, ഒരു ശക്തിമത്തായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന നേതാക്കന്മാരാരും സത്യത്തിൽ BJPയിൽ ഇല്ല. അത് കടുത്ത അമർഷത്തിലേക്ക് പോകും. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു രണ്ട് മുന്നണികളെ ഒരുമിച്ച് ഭയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. ഇവർ ഈ പറയുന്നത് പോലെ അങ്ങനെ ഭയപ്പെടുത്താനാണെങ്കിൽ തന്നെയും ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ ഒഴിവാക്കിയിട്ട് ഈ താരപ്രഭയിൽ നിൽക്കുന്നത്, അതായത് യാതൊരു പ്രവൃത്തി പരിചയവും ഇല്ല, പാർട്ടിയോട് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ്സുകളൊന്നുമില്ല, ചിലപ്പോൾ ഈ പറയുന്ന 2020 വന്നതിന്റെ പിന്നിൽ നല്ല ക്യാഷ് എറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ വരുന്നവരെ ഇങ്ങനെ ഇറക്കി നിർത്തുമ്പോൾ ഇവർക്ക് എങ്ങനെ ഇവര് ഞങ്ങൾ ഉയർന്നു വരുന്നവരാണെന്ന് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? ഇവർക്ക് ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നേ. കാര്യം ഇപ്പൊ നമ്മൾ നോക്കുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 2020 അവരെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ തൃക്കാക്കരയിൽ അവിടെ കൊടുത്തിരിക്കുന്ന അഖിൽ മാരാർ, അദ്ദേഹത്തിന് ടാഗ് കൊടുത്തിരിക്കുന്നത് എന്താണ്? അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയനായ ഒരു വ്യക്തി. അഞ്ജലി നായർ, തൃപ്പൂണിത്തുറയിൽ അഞ്ജലി നായരാണ് മത്സരിക്കുന്നത്. അവരെന്താ സിനിമ സീരിയൽ താരം. വീണ നായർ നർത്തകി, സിനിമാ നടി എന്നുള്ള പേരിൽ അവർ ഏറ്റുമാനൂർ മത്സരിക്കുന്നു. ലക്ഷ്മിപ്രിയ, ഏറ്റുമാനൂർ എന്ന് പറയുന്ന മണ്ഡലം VN വാസവന്റെ മണ്ഡലമാണ് ഏറ്റുമാനൂർ. അവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ അത് ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു കൃത്യമായ ഒരു ധാരണ വന്നിട്ടില്ല. എങ്കിലും അവിടെ കേരള കോൺഗ്രസ് J മത്സരിക്കാനുള്ള സാധ്യത ഏറെയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ വീണ നായർ എന്ന് പറയുന്ന ഒരാളെയാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത് വീണ്ടും സിനിമാടിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പെരുമ്പാവൂരാണ്. അവിടെ പെരുമ്പാവൂർ ഇപ്പം എൽദോസ് കുന്നപ്പള്ളിയാണ് അവിടുത്തെ MLA ആയിട്ടിരിക്കുന്നത്. അവിടെ ലക്ഷ്മിപ്രിയ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഇതുണ്ടാകും. പിന്നെ പ്രോമി കുര്യാക്കോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ചാർലി പോൾ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ചാലക്കുടി, അത് ആരാന്ന് പോലും പലർക്കും അറിയില്ല. വർഗീസ് ജോർജ് കൊടുങ്ങല്ലൂര്, ബാബു ദിവാകരൻ ഞാൻ നേരത്തെ പറഞ്ഞ അടൂരുണ്ടായിരുന്ന അദ്ദേഹം. അതെ, അത് മാത്രമേ ഉള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു പ്രവൃത്തി പരിചയമുള്ള ഒരാളെന്ന് എനിക്ക് തോന്നിയ ഒരാളാണ് അദ്ദേഹത്തിന്. BJP എന്ന് പറയുന്ന പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമില്ലല്ലോ. BJP എന്ന് പറയുന്ന പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയം ഈ പറയുന്ന 2020 മത്സരിക്കുന്നവർക്ക് വേണ്ട. BJPക്കാരെ സംബന്ധിച്ചിടത്തോളം BJPക്കും അങ്ങനെ ഒരു വലിയ താല്പര്യങ്ങളൊന്നുമില്ല. അവർക്ക് ഈ പറയുന്ന പോലെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം എന്നൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർഡം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ തന്നെയല്ല, നമ്മൾ ഈ ഇവരുടെ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഒന്നുമില്ല. ആ പാടം മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവ് മാത്രമാണ് ഉള്ളത്. പിന്നീട് ഇങ്ങോട്ട് വന്ന് പയ്യന്നൂരൊക്കെ എത്തിക്കഴിയുമ്പം ഒരു ഗംഗാധരൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അവിടെ മത്സരിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് പലയിടങ്ങളിലും നമുക്കൊരു ഫെമിലിയർ ആയിട്ടുള്ള പേരുകളൊന്നും ഇവരുടേതായിട്ട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ. പിന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, ഓഫ് കോഴ്സ് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ കുറച്ചധികം വോട്ടുകൾ ഇവിടെ മാറ്റും എന്നുള്ളതാണ്. പിന്നെ നവ്യ ഹരിദാസാണ് കോഴിക്കോട് നോർത്തിൽ മത്സരിക്കുന്നത്. പക്ഷേ ഇവിടങ്ങളിലൊക്കെ നമ്മൾ മിസ് ചെയ്യുന്ന കുറേ പേരുകളാണ് ഞാൻ ഈ പറഞ്ഞ. ഒന്ന് കുമ്മനം രാജശേഖരൻ്റെ പേരുണ്ട്, എന്നാൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സീറ്റുകൾ വളരെ കൃത്യതയോടുകൂടി കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതാവും ശരി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാളുടെ ഡോമിനൻസിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഒരു തലച്ചോറിനകത്ത് നിന്ന് വിരിയുന്ന ചില ഘടകങ്ങളാണ് ശരിക്കും ഇപ്പോൾ വോട്ടുകളായി മാറുന്നത്, അല്ലെങ്കിൽ സീറ്റുകളായി മാറുന്നത്. അല്ലാതെ ഒരു പ്രാധാന്യമുള്ള ആളുകളെ കൊണ്ടുവന്ന് അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബാക്കി കൂടെ നിൽക്കുന്നവരെയൊന്നും കൂടെ നിൽക്കുന്നതല്ല, എതിർചേരി നിൽക്കുന്നവരെ പരിഗണിക്കുന്നില്ല. അതായത് ഗ്രൂപ്പ് പോര് എന്ന് പറയുന്നത് അതിശക്തമായി BJPയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. അവിടെ ഗ്രൂപ്പ് പോര് അതിശക്തമാണ്. ഈ ശക്തമായ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായിട്ട് തനിക്കിഷ്ടപ്പെട്ടവരെ മാത്രം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിയമം പോലൊരു മണ്ഡലം ഞാൻ ആദ്യം അങ്ങ് മത്സരിക്കുവേ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പിടിച്ചെടുത്തത് ആരാണ്?
രാജീവ് ചന്ദ്രശേഖരല്ലേ. എന്നാൽ അവിടെ മത്സരിച്ച് ജയിക്കാൻ കഴിയുന്നത് നേമത്ത് അതിന് മുമ്പ് നിന്നവരാണ് കുമ്മനം രാജശേഖരനാണ്. ആ കുമ്മനം രാജശേഖരനെ ഇത്തവണ പരീക്ഷിച്ചിരുന്നെങ്കിലോ പിന്നെ നേമത്ത് ഒരു പക്ഷേ ഒരു മാറ്റം ഉണ്ടായേനെ. പക്ഷെ അതിന് മുതിരുന്നില്ല. എം ഡി രമേശ് എത്ര കാലമായിട്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എം ഡി രമേശിനെ പോലുള്ള ഒരു നേതാവിനെ എന്തുകൊണ്ടാണ് BJP വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാത്തത് എന്നാണെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാര്യം അത്രത്തോളം ഒന്ന് BJPയിലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു മുഖങ്ങളിൽ ഒന്നാണ് എം ഡി രമേശ്. ഒരുപാട് പിന്നെ തഴയപ്പെട്ടു പോയ ഒരു നേതാവെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാര്യം പലയിടങ്ങളിലും വേണ്ട രീതിയിൽ അദ്ദേഹത്തെ പരിഗണിക്കാനോ അല്ലെങ്കിൽ ആ പരിഗണിക്കുന്ന സീറ്റുകളിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാനോ BJPയെ പോലൊരു പാർട്ടി കഴിയുന്നില്ല എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. കെ സുരേന്ദ്രൻ പിന്നെ പോട്ടെ, കെ സുരേന്ദ്രൻ കുറേ കാലം ഈ പാർട്ടിയെ ഗ്രൂപ്പിന്റെ അങ്ങേ അറ്റത്ത് കൊണ്ടെത്തിച്ചിട്ടാണ് കെ സുരേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് പോകുന്നത്. ഈ കെ സുരേന്ദ്രൻ കാരണമാണ് ശോഭാ സുരേന്ദ്രൻ ഒരു വഴിക്കായത്. ഇപ്പൊ ഈ ശോഭാ സുരേന്ദ്രൻ ഇനി പാലക്കാട് ഇവരെ ജയിപ്പിച്ചെടുക്കുവോ എന്നുള്ള ഒരു കാര്യവും നമ്മൾ വസ്തുതാപരമായി ചിന്തിക്കേണ്ട ഒരു സവിശേഷ സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധിയായ ഒരു എന്താ പറയാ നിരവധി പൊട്ടിത്തെറികളുടെ നടുക്ക് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ഈ BJP ഇനി നാളെ ഇത്രയും പൊട്ടിത്തെറി, അധികാരം കിട്ടിയില്ല, അധികാരത്തിന്റെ 7 അയലത്തെത്തിയിട്ടില്ല, എന്നിട്ട് പോലും 7 അയലത്തെത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിൽ ആകെ ഉള്ളത് ഇപ്പോൾ ഒരു ലോക്സഭാ സീറ്റാണ് അല്ലെങ്കിൽ ലോക്സഭാ അംഗമാണ്. എന്നിട്ട് പോലും BJP നിൽക്കുന്നത് അല്ലെങ്കിൽ BJPയിൽ ഗ്രൂപ്പ് പോര് എത്രത്തോളം ശക്തമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയുള്ളൂ. ഇത് എന്താ വെച്ചാൽ ഒരു KJP എന്ന് പറയേണ്ടി വരും, കേരള ജനതാ പാർട്ടി എന്ന് പറയേണ്ടി വരും. ആ നിലയ്ക്കാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.